ഹായ് എവരിവൺ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ രാവിലത്തെ പരിപാടികളൊക്കെ നേരത്തെ തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗംഭീരമായിട്ട് റെസ്റ്റ് എടുക്കാമല്ലോ. അപ്പോൾ രാവിലെ തന്നെ പിള്ളേർ പോകുന്നതിന് മുമ്പ് തന്നെ എല്ലാം സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീട്ടിൽ അവരൊക്കെ വരുമ്പോൾ, എൻ്റെ ഉമ്മയൊക്കെ വരുമ്പോൾ നല്ല നാടൻ പച്ചക്കറികൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിലുണ്ടായ ഓമക്കായ, കായ, ചേന, ചേമ്പ് അങ്ങനത്തെ പല സംഭവങ്ങളുണ്ട്. അപ്പോൾ അതിന്ന് കുറച്ച് ഓമക്കായ എടുത്തിട്ട് ഓമക്കായ കൊണ്ട് ഉപ്പേരി വയ്ക്കാമെന്ന് വിചാരിച്ചു. ഓമക്കായ ഈസ് മൈ ഓൾ ടൈം ഫേവറേറ്റ് സംഭവം കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടം കേട്ടോ ഓമക്കായ. ഇങ്ങനെ നല്ല കുറേ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഒക്കെ ഇട്ട് ചുവന്ന മുളകൊക്കെ ഇട്ട് തൂമിച്ചെടുത്തിട്ടുള്ള നല്ല എരിവുള്ള ഓമക്കായ ഉപ്പേരി എന്ന് പറയുന്നത് എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. അത് മാത്രം കൂട്ടിയിട്ട് നല്ല ചൂടുള്ള ചോറുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ അടിപൊളി ടേസ്റ്റ് ആട്ടാ. അപ്പോൾ ഇന്ന് ഞാൻ അങ്ങനെ ഒരു ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഓമക്കായ അവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ചട്ടി എടുത്തു, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇവിടെ പിന്നെ കടുക് എല്ലാവർക്കും അലർജിയുള്ളൊരു സംഭവമാണ്. എന്നാലും എനിക്ക് കടുകിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. ഉപ്പേരിയൊക്കെ ആകുമ്പോൾ നമ്മൾ കടുകിൻ്റെ ഒരു പൊട്ടിക്കലില്ലാതെ എന്ത് ഉപ്പേരി. അപ്പോൾ ഇച്ചിരി കടുകിട്ട് പേരിനൊരു കടുകിട്ട് പൊട്ടിച്ചു. പിന്നെ അതിലേക്ക് നമ്മുടെ വെളുത്തുള്ളി, ചുവന്നുള്ളി നല്ലത് ചതച്ചതൊക്കെ ഇട്ടു. അതിലേക്ക് നമ്മുടെ കൊത്തുമുളക് ചതച്ചതിട്ടു. എന്നിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കണം. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് വേപ്പിൻ്റെ ഇല എടുക്കണം. അപ്പോൾ നന്നായി അതൊന്ന് തൂമിച്ചെടുക്കുക. നന്നായിട്ടൊന്ന് ഡ്രൈ ആവുന്നവരെ നിൽക്കണേ. എനിക്ക് തീരെ ക്ഷമയില്ല കേട്ടോ. ഞാൻ ഉപ്പേരിയൊക്കെ തൂമിക്കുമ്പോൾ വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ ഇട്ട് അപ്പം തന്നെ ഉപ്പേരിയുടെ സംഭവങ്ങളൊക്കെ ഇടുന്ന ആളാണ്. പക്ഷേ അതിൻ്റെ ഒരു ടേസ്റ്റ് വരണമെങ്കിൽ നമ്മൾ ആ വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ എണ്ണയിൽ കിടന്നൊന്ന് നന്നായി മൂത്ത് വരണം. എന്നിട്ട് നമ്മൾ വെജിറ്റബിൾസ് ഇടുമ്പോഴാണ് ആ ഉപ്പേരിക്ക് നല്ല ഒറിജിനൽ ടേസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ. നമ്മൾ ധൃതിയായിട്ട് വേഗം തന്നെ പച്ചക്കറി വേവിച്ചതൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ഉപ്പേരിക്കകത്തൊരു ടേസ്റ്റും ആ ഒരു മണമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതൊന്ന് നന്നായി വെളിച്ചെണ്ണയിൽ മൂത്ത് വരുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നന്നായി മൂപ്പിച്ചെടുത്തതിന് ശേഷം വേണം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കറി ഇടാൻ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളതിങ്ങനെ നന്നായി തൂമിച്ചെടുത്തു. അതിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ഓമക്കായ ഇട്ട് കൊടുത്തു. ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നുണ്ട് നല്ല എരിവ് കുറവാകുമെന്ന് അറിയായിരുന്നു. പക്ഷേ പിള്ളേർക്ക് കൂടെ കഴിക്കേണ്ട കാരണം ഇപ്പോൾ അത്ര എരിവിടാൻ പറ്റില്ല കേട്ടോ. ഞാൻ മാത്രമേ കഴിക്കുന്നതെങ്കിൽ എനിക്ക് കുറേ എരിവിട്ടിട്ട് കഴിക്കാനാണ് ഇഷ്ടം. അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് തോന്നുള്ളൂ. പക്ഷേ നല്ല എരിവിട്ട് അപ്പോൾ പിള്ളേർക്കൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ. പ്രത്യേകിച്ച് സ്കൂളിൽ കൊണ്ടുപോകണ കാരണം എരിവുണ്ടെങ്കിൽ പിന്നെ അവർ തൊട്ട് നോക്കില്ല. വീട്ടിലാണെങ്കിൽ പിന്നെയും ഞാൻ നിർബന്ധിച്ച് കഴിച്ചുകൂടെ, അത്ര എരിവൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് എങ്ങനെയും നിർബന്ധിച്ച് കഴിപ്പിക്കും. പക്ഷേ സ്കൂളിൽ കൊണ്ടുപോകണതല്ലേ, അപ്പോൾ അവർ നന്നായി എരിവ് കൂടിയാൽ പിന്നെ കഴിക്കില്ല. അപ്പോൾ അതിൽ കുറച്ച് എരിവ് ഇട്ടിട്ടുള്ളൂ കേട്ടോ. അതാണ് ഉപ്പേരിയുടെ കളറും. ഇങ്ങനെ നല്ല മുളകൊക്കെ ഇട്ടിട്ടാണെങ്കിൽ നല്ല അടിപൊളി, കാണാനും നല്ല സൂപ്പറായിരിക്കും, കഴിക്കാനും അടിപൊളിയായിരിക്കും കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനങ്ങളാണ് കേട്ടോ ഈ ഉപ്പേരി വയ്ക്കാൻ. നമ്മുടെ ഓമക്കായ, അതുപോലെ പച്ചപ്പയറുണ്ടല്ലോ. പച്ചപ്പയറെന്ന് വെച്ചാൽ എന്നും പച്ചപ്പയർ ഉപ്പേരി വെച്ചാലും ഞാൻ കഴിക്കും. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ. നമ്മുടെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് പണ്ടൊക്കെ എന്നും കിട്ടിയിരുന്നു. അപ്പോൾ എനിക്ക് അത്ര ടേസ്റ്റ് തോന്നിയിരുന്നില്ല. പക്ഷെ നമുക്കിങ്ങനെ വല്ലപ്പോഴൊക്കെ കിട്ടില്ല. അപ്പോൾ നമുക്കത് ഭയങ്കര ഇഷ്ടം തോന്നും കേട്ടോ. പിന്നെ ഇനി അടുത്തത് എന്തുണ്ടാക്കും, കറി എന്ത് വെക്കും എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ ചേനക്കുട്ടൻ അവിടെ ഇരിക്കാനുള്ളത്. അപ്പോൾ ചേനക്കുട്ടനെ വെട്ടി കഷ്ണങ്ങളാക്കി നമ്മളൊരു ചട്ടിയിൽ വേവിച്ചെടുത്തു. കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമ്മൾ കുക്കറിലെടുത്തിട്ട് ഒരു അടി അടിച്ചെടുത്താൽ ചെയ്തിട്ട് വറ്റിച്ച് നമ്മൾ സാധാരണ വെക്കുകയാണെങ്കിലും അത് വേവൊക്കെ ചെയ്യും. പക്ഷേ ഇനി ഒരു ടൈം എടുത്തിട്ട് വൈകിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം കുക്കറിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഈ പൊടികളൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുക്കുക ചെയ്തിട്ട്. അപ്പോൾ അത് നമ്മൾ വെന്തുണ്ട് ചട്ടിയിലേക്ക് മാറ്റി. പിന്നെ നമ്മളത് ഉദ്ദേശിക്കുന്നത് വറുത്തരച്ചിട്ട് വെക്കാമെന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു ചിക്കൻ്റെ മണം പോലൊക്കെ തോന്നും, പിള്ളേരെ പറ്റിക്കാൻ എളുപ്പമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അതിനായിട്ട് കുറച്ച് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. കുറേ ചാറായിക്കോട്ടെ വെച്ചിട്ട് ഞാൻ കുറേ തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് പെരുംജീരകവും ചുവന്നുള്ളിയും വേപ്പിൻ്റെ ഇല ഇട്ടിട്ടൊന്ന് അപ്പോൾ നന്നായി ഇങ്ങനെ വറുത്തെടുക്കുക. നന്നായിട്ട് ലൈറ്റ് ബ്രൗൺ കളറാവുന്നവരെ നമ്മളിങ്ങനെ വറുക്കെടുക്കണം കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി നമ്മൾ വറുക്കണം, അല്ലെങ്കിൽ അത് അടിയിൽ പിടിക്കും. തേങ്ങയാണ്, പെട്ടെന്ന് തന്നെ അടി പിടിച്ച് പോകും. അപ്പോൾ നമ്മളതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നന്നായി വറുത്തെടുക്കുക. ഒരു ലൈറ്റ് ബ്രൗൺ കളറാവുന്നവരെ വറുത്തെടുക്കുക. നമ്മൾ ഈ തേങ്ങ ഇങ്ങനെ പെരുംജീരകമൊക്കെ ഇട്ടിട്ട് വറുത്തെടുക്കുമ്പോൾ ഒരു മണം ഉണ്ടല്ലോ, എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. ആ മണം നല്ല ടേസ്റ്റാണ്. നമുക്ക് ആ മണം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഫുഡിൻ്റെ ടേസ്റ്റ് തോന്നിപ്പോവും. അങ്ങനെ നന്നായി വറുത്തെടുക്കുക. പിന്നെ നമുക്കിതൊക്കെ ചെയ്യാൻ ഭയങ്കര ക്ഷമ വേണം. എൻ്റെ ഒരു പണ്ടത്തെ സ്വഭാവം വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ഈ കാര്യം ചെയ്യാനേ പറ്റത്തില്ലായിരുന്നു. കാരണം എനിക്ക് തീരെ ക്ഷമയില്ലാത്ത ഒരാളായിരുന്നു. പക്ഷേ നമ്മുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് നമുക്കൊരു 2-3 പിള്ളേരൊക്കെ ആയപ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കലി ക്ഷമ എന്താണെന്ന് പഠിച്ചു പോയി. എൻ്റെ കാര്യം മാത്രമല്ല, ഒരുവിധം എല്ലാവരുടെ കാര്യം ഇങ്ങനെ തന്നെ ആവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നമ്മുടെ മക്കളുടെ അടുത്ത് നമ്മൾ ബിഹേവ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും ക്ഷമ എന്ന് പറയുന്ന കാര്യം നമ്മൾ തനിയെ പഠിച്ചു പോകും. അതങ്ങനെയാണ്. അപ്പോൾ നമ്മൾ തേങ്ങ ഇങ്ങനെ വറുത്തെടുത്തിട്ട് നമുക്കിതൊന്ന് ചൂടാറിയതിന് ശേഷം വേണം അരച്ചെടുക്കാൻ. ചൂടാറാനുള്ള സമയം എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല. കാരണം നമുക്കിപ്പോൾ തന്നെ സ്കൂളിൽ പോകേണ്ട, പിള്ളേരെ റെഡിയാക്കേണ്ട ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നന്നായി വേഗം വറുത്തെടുത്തിട്ട് ഇച്ചിരി ചൂടൊക്കെ മാറിയാൽ മതി. കാരണം നമുക്ക് സമയമില്ലല്ലോ. സമയമുള്ളപ്പോൾ നമുക്ക് നന്നായി ചൂട് മാറ്റാം. സമയമില്ലാത്ത കാരണം നമ്മൾ വേഗം മിക്സിയിലെടുത്തിട്ട് നന്നായി അരച്ചെടുക്കുക. ഞാനധികം വെള്ളമൊന്നും ഒഴിക്കാതാണ് കേട്ടോ അരയ്ക്കുക. കാരണം നന്നായി വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ എന്തോ നല്ല ലൂസായ പോലെ തോന്നും. അപ്പോൾ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഇച്ചിരി കട്ടിയിൽ തന്നെ നമ്മളൊന്ന് അരച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ കറിയിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് വെള്ളം വേണമെങ്കിൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാമല്ലോ. അപ്പോൾ അത് നന്നായി അരച്ചെടുത്തിട്ട് നമ്മൾ കറിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരെ വേണ്ടുള്ളൂ. അപ്പോഴേക്കും നമുക്കൊന്ന് തൂമിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഉള്ളി നന്നാക്കി അതിലൊന്ന് ചെറുതായി അരിഞ്ഞു വയ്ക്കാം. അപ്പോൾ ഇതൊന്ന് നമ്മൾ നന്നായി മിക്സ് ചെയ്തിട്ട്, കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ടായിരുന്നു, അപ്പോൾ ഇച്ചിരി വെള്ളം ഒഴിച്ചു നന്നായി മിക്സ് ചെയ്തെടുത്തു.
അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് എത്രയാണോ എങ്ങനത്തെ ലൂസായിട്ടാണോ അല്ലെങ്കിൽ തിക്കായിട്ടാണോ, കാരണം അത് തിക്കായിട്ടായാലും നമുക്ക് യൂസ് ചെയ്യാം. നല്ല ഒഴിച്ച് കറി ആക്കാനാണെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക വേണ്ടുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വേറൊരു ചട്ടിയിൽ ഇച്ചിരി ചുവന്നുള്ളിയും ചെറുതായി അരിഞ്ഞ ചുവന്നുള്ളിയും വേപ്പിൻ്റെ ഇല ഇട്ടിട്ട് വേണമെങ്കിൽ നമുക്കൊരു ഉണക്കമുളകും 2 പൊട്ടിച്ചിടാം. എനിക്ക് 11 നേരമില്ല, കാരണം പിള്ളേരെ റെഡിയാക്കാറായി, സ്കൂൾ ബസ് വരാറായി. അപ്പോൾ നമ്മൾ വേഗം 2 ചുവന്നുള്ളി അരിഞ്ഞിട്ടു, അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് തൂമിച്ചെടുത്തിട്ട് നമ്മൾ കൂട്ടാനിലേക്ക് ഒഴിക്കുക. അങ്ങനെ നമ്മുടെ ചേന സ്പെഷ്യൽ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിഭവങ്ങളൊക്കെ ആയിട്ട് ഞാൻ പിള്ളേരെ സ്കൂളിൽ വിട്ടിട്ട് വരാം. ബൈ ബൈ.